നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. ഒന്നും പഠിക്കാത്തവരാണോ നിങ്ങൾ? അടുത്ത ദിവസം കെമിസ്ട്രിയുടെ പരീക്ഷയാണ്. ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ മാത്രം ഈ വീഡിയോ കണ്ടാൽ മതി. കാരണം ഒന്നും പഠിച്ചിട്ട് അത്യാവശ്യമല്ല നല്ലപോലെ പഠിച്ചവരാണെങ്കിൽ ഈ വീഡിയോ കാണുക വേണ്ട. ഒന്നും പഠിക്കാത്തവരാണെങ്കിൽ ഇത് നിങ്ങൾ ബാക്കിയുള്ളവർക്ക് ഷെയർ ചെയ്തെടുത്തുള്ള വളരെ ഷോർട്ട് വീഡിയോ ആണ്. വേറെ ഒന്നുമല്ല. ഇവിടെ ഒരു 18 മാർക്ക് കിട്ടണം. എനിക്ക് ഈ വട്ടം ജയിച്ച് കൂടണം, എനിക്ക് ഈ വട്ടം ജയിക്കണം, എങ്ങനെയെങ്കിലും ജയിച്ച് നമുക്ക് അടുത്തൊരു കോഴ്സ് തപ്പണം. അങ്ങനെ വിചാരിക്കുന്ന ഒരു എസ്സേ എഴുതുന്നതിനകത്തൊരു 70% കുട്ടികൾ അല്ലെങ്കിൽ 50% കുട്ടികൾ അതുകൊണ്ട് ഡബിൾ പാസ് മാർക്ക് മേടിക്കുന്നുണ്ട്, നല്ല മാർക്ക് മേടിക്കുന്നുണ്ട്. എങ്ങനെങ്കിലും ഉണ്ടാകാനും ജയിച്ചാൽ മതി, സത്യമല്ലേ മാഷ് പറയുന്നത്? അങ്ങനെ വിചാരിക്കുന്ന കുട്ടികളുണ്ട്. അങ്ങനെയുള്ള കുട്ടികൾ ഓർഗാനിക് കെമിസ്ട്രി ആയിരിക്കും നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രു കെമിസ്ട്രിയിൽ. അതായത് നിങ്ങൾ അത് ഭയങ്കര ടഫാണെങ്കിൽ ആദ്യത്തെ ചാപ്റ്റർ ഉണ്ട് സൊല്യൂഷൻസ്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് മാത്രം നോക്കുക. അല്ലെങ്കിൽ അതങ്ങ് നന്നായിട്ട് പഠിച്ചാലും ആ പഠിക്കാനുള്ള സമയമുണ്ട്. ഇലക്ട്രോ കെമിസ്ട്രി, ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്, ആർക്ക് വേണമെങ്കിലും പഠിച്ചെടുക്കാവുന്ന ഒരു ചാപ്റ്ററാണ് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ്. കോർഡിനേഷൻ കോമ്പൗണ്ട്സ്, പ്രധാനപ്പെട്ട ഓർഗാനിക് കെമിസ്ട്രിയിലെ റിയാക്ഷൻസിന്റെ പേരും അല്ലെങ്കിൽ തിയറും. ഇത്രയും മാത്രം പഠിച്ചാൽ 18 മാർക്കല്ല, ഒരു 30 മാർക്ക് കൂടുതൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് മേടിക്കും. ഈസി ആയിട്ട് മേടിക്കാം. ഒരു ടെൻഷനും വേണ്ട, ജയം ഉറപ്പിക്കാം. പരീക്ഷയുടെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ നോക്കിയോ. കാരണം ഇത് വെയിറ്റേജ് അനുസരിച്ചാണ് ഞാൻ ഈ കൃത്യമായിട്ട് പറഞ്ഞേക്കുന്നത്, ചുമ്മാ പറയുന്നതല്ല, വെയിറ്റേജ് അനുസരിച്ചാണ്. അന്നേരം ധൈര്യമായിട്ട് പഠിച്ചുകൊണ്ട് പോകുക. നല്ല മാർക്ക് കിട്ടട്ടെ. നെവർ എവർ ഗിവ് അപ്പ്.